അല്ലേ? ശീതകാലം. എല്ലാവരും മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് പുതച്ചുറങ്ങിയോ? ഈ അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു പുരാണ കഥയാണ്. ശിബി മഹാരാജാവിനെ കുറിച്ചുള്ള ഒരു കഥ. അത് നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 20 എടുക്കൂ. റീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കുക. പാഠം 6. ശിബി. ത്യാഗശീലനാണ് ശിബി രാജാവ് എന്നായിരുന്നു ലോകരുടെ ദൃഢമായ വിശ്വാസം. ആ വിശ്വാസം ശരിയായിരുന്നു താനും. എങ്കിലും തനിക്ക് അത് നേരിട്ടൊന്ന് പരീക്ഷിച്ചറിയണം. അതായി ദേവേന്ദ്രന്റെ നിശ്ചയം. അതുതന്നെയായിരുന്നു അഗ്നിദേവന്റെ നിശ്ചയവും. ദേവേന്ദ്രനൊരു പരുന്തായി, അഗ്നിദേവനൊരു പ്രാവായി. പരുന്ത് പ്രാവിനെ പിടിക്കാനായി മുമ്പോട്ട് പറന്നു. പ്രാവ് പരുന്തിൽ നിന്നും രക്ഷപ്പെടാനായി പറന്നുപോയി. ഇരുവരുടെയും ലക്ഷ്യസ്ഥാനം ശിബിയുടെ കൊട്ടാരമായിരുന്നു. ആദ്യം പ്രാവാണ് അവിടെ ചെന്നെത്തിയത്. ആ പക്ഷി പറന്നു ചെന്ന് ശിബിയുടെ മടിയിലിരിപ്പായി. പേടിച്ചു കിടുകിട വിളക്കുന്നുമുണ്ടായിരുന്നു ആ പക്ഷി. ചെറ്റു കഴിഞ്ഞ് പരുന്തും പറന്നെത്തി. പ്രാവും പരുന്തും വാസ്തവത്തിൽ ആരാണെന്ന് ശിബി അറിഞ്ഞതേയില്ല. പരുന്തിന് പ്രാവിനെ പിടിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് കഴിവില്ല. കാരണം രാജാവ് പ്രാവിന് അഭയം നൽകിയിരിക്കുകയാണ്. രാജാവിനെ പരുന്ത് നേരിട്ടു. രാജൻ, ലോകം അങ്ങ് ധർമ്മിഷ്ഠനാണ് എന്ന് പറയുന്നു. അങ്ങയെ മുക്തകണ്ഠം വാഴ്ത്തുകയും ചെയ്യുന്നു. അത് തെറ്റാണ് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി. ഞാൻ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഭക്ഷണമായ പ്രാവിനെ അങ്ങ് വിട്ടുതരുന്നുമില്ല. ഇത് ധർമ്മമല്ല, അധർമ്മമാണ്, പരുന്ത് ചൂണ്ടിക്കാട്ടി. ശിബിക്ക് തൻ്റെതായ നീതീകരണവും ഉണ്ടായിരുന്നു. പരുന്തെ, പ്രാവ് നിന്നെ ഭയന്ന് എന്നെ ശരണം പ്രാപിച്ചതാണ്. അതിനെ രക്ഷിക്കുന്നത് ധർമ്മമാണ്. ആത്മരക്ഷ യാചിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. ഉപേക്ഷിച്ചാൽ അത് ഏറ്റവും വലിയ തെറ്റായിരിക്കും. രാജാവേ, ഭക്ഷണമില്ലെങ്കിൽ ജന്തുക്കൾ ജീവിക്കുകയില്ല. എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഞാൻ ചത്താൽ എൻ്റെ ഭാര്യയും പുത്രന്മാരും ചാകും. അങ്ങനെയായാൽ അനേകം പേർക്ക് ജീവനാശം സംഭവിക്കും. അതിനു കാരണക്കാരൻ അങ്ങായിരിക്കും. അങ്ങ് ചെയ്യുന്നത് അധർമ്മവും ആയിരിക്കും. നിനക്ക് ഭക്ഷണമല്ലേ വേണ്ടൂ? എത്ര ഭക്ഷണം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. പാവപ്പെട്ട ഈ പ്രാവിനെ മാത്രം വിട്ടുതരികയില്ല. എനിക്ക് മറ്റു ഭക്ഷണമൊന്നും ആവശ്യമില്ല. പ്രാവ് പരുന്തിൻ്റെ ഭക്ഷണമാണ്. ഈശ്വരൻ തീർച്ചപ്പെടുത്തിയിട്ടുള്ളതാണ് അത്. പരുന്ത് പ്രാവിനെ തിന്നുക എന്നുള്ളത് പണ്ടേ നടപ്പുള്ളതാണ്. പരുന്തെ, ഈ പ്രാവിനെ ഞാൻ നിനക്ക് തരികയില്ല. പകരമായി നിനക്ക് എന്ത് വേണോ അത് ഞാൻ തരാം. എൻ്റെ രാജ്യം പോലും. രാജാവേ, അപ്പോൾ അങ്ങക്ക് ഈ പ്രാവിനോട് ഇത്രയധികം കാരുണ്യമുണ്ട് അല്ലേ? ശരി, ഞാൻ പ്രാവിനെ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ പ്രാവിന് പകരം അങ്ങ് എനിക്ക് മറ്റൊന്ന് തരണം. അതായത് പ്രാവിൻ്റെ തൂക്കത്തിനൊത്ത മാംസം. മറ്റ് ജന്തുക്കളുടെ മാംസമൊന്നും എനിക്ക് വേണ്ടതാണ്. അങ്ങയുടെ ദേഹത്തിൽ നിന്ന് മുറിച്ചെടുത്ത മാംസമാണ് ആവശ്യം. അത്രയേ ഉള്ളൂ. ഞാൻ സന്തോഷത്തോടു കൂടി സമ്മതിച്ചിരിക്കുന്നു. ശിബി ഉടൻ തന്നെ ഒരു ത്രാസ് വരുത്തി. അദ്ദേഹം ആദ്യം പ്രാവിനെ ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചു. പ്രാവിൻ്റെ തൂക്കത്തിലുള്ള മാംസം മറ്റേ തട്ടിൽ വെക്കണമല്ലോ. അദ്ദേഹം കത്തിയെടുത്ത് സ്വശരീരത്തിൽ നിന്നും മാംസം മുറിച്ചെടുത്തു. രക്തം ധാരധാരയായി ഒഴുകിയിറങ്ങുന്നുണ്ട്. അതികഠിനമായ വേദനയുമുണ്ട്. അതൊന്നും ശിബി കൂട്ടാക്കിയില്ല. അദ്ദേഹം മുറിച്ചെടുത്ത മാംസത്തെ ഒഴിഞ്ഞ തട്ടിൽ വച്ചു. പക്ഷേ മാംസം മുറിച്ചെടുത്തത് കൊണ്ട് മാത്രമായില്ല അതിന്
പ്രാവിൻ്റെ തൂക്കം തന്നെ ആയിരിക്കണം. ഒട്ടും വ്യത്യാസമുണ്ടാകാൻ പാടുള്ളതല്ല. ശിബി ത്രാസിന്റെ തട്ടുകൾ പരിശോധിച്ചു. പ്രാവിരിക്കുന്ന തട്ട് അല്പം താഴ്ന്നു കിടക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മുറിച്ചെടുത്ത മാംസം മതിയായില്ലായിരുന്നു. രാജാവ് കുറച്ച് മാംസം കൂടി സ്വശരീരത്തിൽ നിന്നും വേറാക്കി. ആ മാംസം കൂടി തട്ടിൽ വെച്ച് തൂക്കി നോക്കി. എന്നിട്ടും പ്രാവിരിക്കുന്ന തട്ട് താഴ്ന്നു കിടക്കുന്നു. ഒന്നൊന്നായി പലതവണ ശിബി മാംസം വെട്ടിയെടുത്തു. പിന്നീട് ആ മാംസം തട്ടിലാക്കി. എന്നിട്ടും തൂക്കം ശരിയാവുന്നില്ല. എന്തിനു പറയുന്നു? ഒടുവിൽ മുറിച്ചെടുക്കാൻ മാംസമേ രാജാവിൻ്റെ ശരീരത്തിൽ ഇല്ലെന്നായി. ഇതൊക്കെയായിട്ടും ശിബിക്ക് ജീവൻ പോയില്ല. എല്ല് മുതലായവ ബാക്കിയുള്ളതായി. അസ്ഥി മാത്രമായ രാജാവ് മാംസമുള്ള തട്ടിൽ കയറിയിരുന്നു. ഇതെന്തൊരു ത്യാഗമാണ്! ഇങ്ങനെയൊന്ന് ആരെയും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ദേവേന്ദ്രന്റെ മനം തെളിഞ്ഞു. ശിബി, പരുന്തിൻ്റെ രൂപം ധരിച്ച് ഞാൻ വാസ്തവത്തിൽ ദേവേന്ദ്രനാണ്. പ്രാവിൻ്റെ രൂപം ധരിച്ചിരിക്കുന്നത് അഗ്നിദേവൻ. അങ്ങയുടെ ത്യാഗശീലം പരീക്ഷിച്ചറിയാൻ വന്നതാണ് ഞങ്ങൾ. ഇപ്പോൾ അത് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടിരിക്കുന്നു. ലോകമുള്ളിടത്തോളം അങ്ങയുടെ യശസ് നിലനിൽക്കും. ദേവേന്ദ്രൻ അനുഗ്രഹമേകി. അതിനുശേഷം ദേവേന്ദ്രനും അഗ്നിദേവനും അപ്രത്യക്ഷരായി. തൽക്ഷണം ഒരു മഹാത്ഭുതം നടക്കുകയുണ്ടായി. മാംസമെല്ലാം പോയിരുന്നല്ലോ ശിബിയുടെ ശരീരത്തിൽ നിന്ന്. ആ മാംസം അങ്ങേ വീണ്ടും ശരീരത്തിൽ സ്ഥലം പിടിച്ചു. മുറിവിൻ്റെ ഒരടയാളവും ഒരിടത്തും കാണപ്പെട്ടില്ല. ശിബി പഴയ പോലെ ആരോഗ്യവാനായി. മനോഹരമായൊരു കഥ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ത്യാഗശീലനായ ശിബി രാജാവിനെ കുറിച്ച്. എന്തിനും ത്യാഗം ചെയ്യാം, എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ശിബി മഹാരാജാവിന്. ഇങ്ങനെ ശിബി മഹാരാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി ദേവേന്ദ്രനും അഗ്നിദേവനും കൂടി വേഷം മാറി വരികയാണ്. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാജാവ്, ഇന്ദ്രൻ. അപ്പം ഇവിടെ ദേവേന്ദ്രൻ പരുന്ത്, അഗ്നിദേവൻ പ്രാവ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ദേവേന്ദ്രൻ എന്നുള്ള ദേവന്മാരുടെ രാജാവ്. അതേപോലെ തന്നെ പക്ഷികളിൽ വലിയവൻ ആരാണ്? പരുന്ത്. അല്ലേ? അപ്പം ദേവേന്ദ്രൻ പരുന്ത്, അഗ്നിദേവൻ പ്രാവ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്, ശിബി മഹാരാജാവിൻ്റെ കൊട്ടാരം. പ്രാവിനെ പിടിക്കാൻ വേണ്ടി പരുന്ത് എന്ത് ചെയ്യുകയാണ്? പ്രാവിൻ്റെ പിന്നാലെ വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടുപേരുടെയും ലക്ഷ്യസ്ഥാനം എന്താണ്? ശിബി മഹാരാജാവിൻ്റെ കൊട്ടാരം. പ്രാവ് എന്ത് ചെയ്തു? പറന്ന് പോയിട്ട് ശിബി മഹാരാജാവിൻ്റെ മടിയിൽ ഇരുന്നു. എന്നെ രക്ഷിക്കണം, എന്നെ പിടിക്കാനൊരു പരുന്ത് വരുന്നു. അല്ലേ? ആ സമയത്ത് പരുന്തും പിന്നാലെത്തി. പരുന്ത് എന്താ പറയുന്നത്? ഈ പരുന്തും പ്രാവും ആരാണെന്ന് ശിബി മഹാരാജാവിന് അറിയില്ല. വാസ്തവത്തിൽ അവരാരാണെന്ന് അറിയില്ല. പരുന്ത് എന്താ പറയുന്നത്? ഇത് എൻ്റെ പക്ഷെ അങ്ങ് ധർമ്മിഷ്ഠൻ, ധർമ്മം ചെയ്യുന്നവനാണ്. അല്ലേ? ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? നിങ്ങളെ വാഴ്ത്തുന്നുണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ, എൻ്റെ ആഹാരമായ ഈ പ്രാവിനെ എനിക്ക് വിട്ടുതരണം എന്ന് പറയുകയാണ്. നിങ്ങൾ വിട്ടുതരാത്തത് നിങ്ങൾ അധർമ്മം ചെയ്യുകയാണ് എന്ന് പരുന്ത് ചൂണ്ടിക്കാണിച്ചു. ആ സമയത്ത് ശിബി മഹാരാജാവിന് തൻ്റെതായ ന്യായമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞെന്താണ്? ആത്മരക്ഷ യാചിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ഈ പ്രാവ് എന്താണ്? എന്നിൽ അഭയം ചോദിച്ചു വന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഞാൻ അവനെ കൈവിടില്ല. പലരും പറയാണ്, നിങ്ങളിങ്ങനെ തരാതിരുന്നാൽ ഞാൻ വിശന്ന് ചത്തുപോകും. ഞാൻ ചത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ മക്കളും ചാവും. അതോടുകൂടി ഞങ്ങളുടെ കുലം തന്നെ ഇല്ലാതാവുമെന്ന് പറഞ്ഞു. ഒരു കണക്കിനും പരുന്തും വിട്ടുകൊടുക്കുന്നില്ല, അതേപോലെ തന്നെ ശിബി രാജാവും വിട്ടുകൊടുക്കുന്നില്ല. അവസാനം രാജാവ് എന്ത് പറഞ്ഞു?
നിനക്ക് ഭക്ഷണം വേണ്ടി വേണ്ടു, അത് ഞാൻ തരാം. പ്രാവ് പരുന്ത് പറഞ്ഞു, എനിക്ക് മറ്റുള്ള ഭക്ഷണമൊന്നും വേണ്ട, എന്ത് വേണം, എനിക്ക് ഈ പ്രാവിനെയാണ് വേണ്ടത് എന്ന് പറയാണ് ശിവി മഹാരാജാവ്. ഈ പ്രാവിനെ ഒഴികെ നീ എന്ത് ചോദിച്ചാലും ഞാൻ അത് നിനക്ക് തരാം, എൻ്റെ രാജ്യം പോലും നിനക്ക് ഞാൻ തരാം എന്നുള്ള സംസാരമായി ശിവി മഹാരാജാവ്. അങ്ങനെ പരുന്തെന്താ പറഞ്ഞത്, എനിക്ക് മാംസം വേണം, പക്ഷേ മറ്റുള്ളതിൻ്റെ ഒന്നും വേണ്ട. ആരുടേത്? ഈ പ്രാവിൻ്റെ തൂക്കത്തിലുള്ള മാംസം അങ്ങയുടെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തരണമെന്ന് പറഞ്ഞു. ത്യാഗശീലനാണ് ശിവി മഹാരാജാവ്. അങ്ങനെ മഹാരാജാവ് എന്ത് ചെയ്തു? അത് സമ്മതിച്ചു. അങ്ങനെ ത്രാസ് വരുത്തി, ഒരു ത്രാസിൽ പ്രാവിനെ ഇരുത്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്തു? മാംസം മുറിച്ചെടുത്ത് തട്ടിൽ വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് രക്തം ധാരാളം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. എത്ര മാംസം വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? ഈ ത്രാസ് നിറയുന്നില്ല. പ്രാവിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നു. അതിനർത്ഥം എന്താണ്? മാംസം പോരാ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മാംസം മുഴുവൻ കഴിഞ്ഞു. ഈ എല്ല് മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ അസ്ഥിക്കൂടമായിട്ട് ശിവി മഹാരാജാവ് ത്രാസിൽ കയറിയിരുന്നു. ഈ സമയത്ത് എന്ത് ചെയ്തു? അഗ്നിദേവനും ദേവേന്ദ്രനും മനസ്സിലായി, എന്താണ് ഇത്? എന്തൊരു ത്യാഗമാണ്, വളരെ വലിയ ത്യാഗമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു? തങ്ങളുടെ പൂർണ്ണരൂപം എടുത്തുകൊണ്ട് പറഞ്ഞു, വാസ്തവത്തിൽ ഞങ്ങൾ ആരാണ്? അഗ്നിദേവനും ദേവേന്ദ്രനുമാണ്, ഇനി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അനുഗ്രഹിക്കുകയാണ്. എന്ത്? ലോകമുള്ളിടത്തോളം കാലം നിങ്ങളുടെ യശസ് അങ്ങനെ നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു. അവരവിടെ നിന്ന് പോയി. ദേവേന്ദ്രനും അഗ്നിദേവനും അവിടെ നിന്ന് പോയി. പെട്ടെന്ന് അവരൊരു മഹാത്ഭുതം സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ഇവിടെ ശിവ മഹാരാജാവിന്റെ ശരീരത്തിലുള്ള മാംസമൊക്കെ പോയിരുന്നു അല്ലേ? ആ മാംസമൊക്കെ എന്ത് ചെയ്തു? വീണ്ടും യഥാസ്ഥാനത്ത് വന്ന് നിന്നു. ശരീരത്തിൽ മുറിവിൻ്റെ ഒരു കണിക പോലും കാണാൻ കഴിഞ്ഞില്ല. ഇത്രയും ആരോഗ്യവാനായിട്ടാണ് ശിവി മഹാരാജാവ് തിരിച്ചു വന്നത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ ഉള്ളത്. ഇനി എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ടൊന്ന് വായിക്കുക.